ശ്രീ പി എ പ്രജി, BNS പ്രകാരം 78(2) 351, പോലീസ് ആക്ട് പ്രകാരം 120, ഇതൊക്കെയാണ് FIRൽ ചേർത്തിരിക്കുന്ന വകുപ്പ്. താങ്കൾ ആ FIR കണ്ടിരിക്കും. എങ്ങനെയാണ്, എത്രത്തോളം ഗൗരവമാണ് ഈ വിഷയത്തിൽ? അതിൻ്റെ നിയമപരമായ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണഗതിയിൽ നമ്മൾ ഈ ലൈംഗിക അതിക്രമണത്തെ സംബന്ധിച്ചുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ പരാതിക്കാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ കഴിയുന്ന നിലയിൽ ഇത്രയേറെ പരാതിക്കാർ ഉണ്ടാകുന്ന ഒരു കേസ് ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ വളരെ റെയറായിട്ടുള്ള ഒരു സംഭവമായിട്ട് വേണം കാണാൻ. കാരണം നമ്മളിപ്പോ നടിയെ ആക്രമിച്ച കേസിനകത്ത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തു. നിയമ ചരിത്രത്തിന്റെ പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ, ഒരു സിനിമാ നടൻ ഒരു റേപ്പ് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ വളരെ റെയറായി എത്രയോ ആളുകളെ, അതായത് ആബാലവൃദ്ധം സ്ത്രീകളെയും സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ശബ്ദരേഖകൾ പുറത്തു വരിക, അങ്ങനെ അനവധി പരാതിക്കാരുണ്ടാകുന്ന ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു കേസായിരിക്കും. ഇപ്പോ ഈ FIR പരിശോധിക്കുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള ഇവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം വളരെ പ്രിസംറ്റീവായിട്ട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു FIR ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രജിസ്റ്റർ ചെയ്തു എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ആ FIRലെ 2 പരാതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസുകാരുടെ പരാതിയും കൂടി ഉൾപ്പെടെയാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. കാരണം അതിനകത്തെ 2 പരാതികളിൽ പറയുന്നത് ഇങ്ങനെ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ പരിശുദ്ധിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കംപ്ലൈന്റിന്റെ ജെനുവിനെസ്സിനെ സംബന്ധിച്ചും കൂടെ അന്വേഷണം നടക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ നിഷ്പക്ഷമായ നിലയിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പോകുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയേറെ ആകാംക്ഷാഭരിതരാകുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിന്റെ ഒരു ഔദ്യോഗിക വക്താവിനെ പോലും ഈ തരത്തിലേക്കുള്ള ചർച്ചയിൽ പറഞ്ഞു വിടാതെ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്? അപ്പോ അവർ തന്നെ ജെനുവിൻ അല്ലാത്ത പരാതികൾ കൊടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന പരാതികളിൽ കാമ്പുണ്ട്, കഴമ്പുണ്ട് എന്നുള്ള നിലയിലേക്ക് ഇത് എത്തിച്ചേരും എന്നുള്ള വിചാരം കോൺഗ്രസിനുണ്ട് എന്നുള്ളത് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇത്രയേറെ പീഡിതകൾ ഉണ്ടായിട്ടുള്ള, ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ ഉണ്ടായിട്ടുള്ള ഒരു കേസ് വേറെ ഉണ്ടായിട്ടുണ്ടോ? അതും ഒരു MLA. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ നിയമ ചരിത്രം പരിശോധിക്കുമ്പോൾ ഗൂഗിൾ പേ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ റെയറായിട്ടുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ സെഡ്യൂസ് ചെയ്യുന്നതിനകത്ത് പുതിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരുടെ നിരകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ FIRൽ പറയുന്ന ഓരോ കാര്യങ്ങളും, അതായത് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ഇന്നിപ്പോ കോൺഗ്രസിലെ വെട്ടുക്കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം എന്താണ്? ഈ തരത്തിലൊരു നിരപരാധിയായ ഒരാളിനെ പ്രതിയാക്കാൻ വേണ്ടി പരാതിക്കാരെ തേടി കേരളത്തിലെ പോലീസ് നടക്കുന്നു എന്നാണ്. അങ്ങനെയാണോ ആ വസ്തുത? 5 പരാതികൾ, ഈ 5 പരാതികളിലും വളരെ ബേസിക് ആയിട്ട് ഉയർത്തി കാണിച്ചിട്ടുള്ളത് ശബ്ദരേഖകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ അജിംഷാദെ, നമ്മുടെ കേരളത്തിലെ നിയമവ്യവസ്ഥ, അതായത് BNSS ആയാലും അല്ലെങ്കിൽ പഴയ CRPCയുടെ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഒഫൻസ് ഒരിടത്ത് നടന്നതായിട്ട് ഒരു അറിവ് ലഭിക്കുമ്പോൾ ആ പരാതിക്കാരൻ തന്നെ പരാതി കൊടുക്കണം എന്ന് CRPCയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSSലോ എവിടെങ്കിലും പറയുന്നുണ്ടോ? ഒരിടത്തൊരു കൊലപാതകം നടന്നു അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് മർഡർ നടന്നു എന്നൊരു അറിവ് പോലീസിന് കിട്ടുന്നു. അതിന് പരാതി കൊടുക്കുന്നത് അത് കണ്ടാളോ കേട്ടാളോ ആരും ആയിക്കോട്ടെ, അങ്ങനെ ഒരു പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും പിന്നീട് ആ പീഡിപ്പിക്കപ്പെട്ടയാൾ അല്ലെങ്കിൽ ആ വിക്ടിം സർക്കാരിന്റെ സ്വത്തായി മാറുകയല്ലേ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ FIRന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം നടക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പേടിക്കുന്നത് ഇതിന്റെ ജെനുവിനെസ് ഇപ്പോൾ തന്നെ വെളിവാക്കപ്പെടും എന്നുള്ള ഭയത്തിന്മേലാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആദ്യമായി ഒരു പെൺകുട്ടി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തലിൽ ഒരു പ്രതിയുടെ പേര് പറയുന്നില്ല. പക്ഷേ പ്രതിയെ സംബന്ധിച്ച് തിരിച്ചറിയാവുന്ന എല്ലാ അടയാളങ്ങളും ആ
പെൺകുട്ടി എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിലും വന്നു നിന്നുകൊണ്ട് പറയുന്നു. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആരോപണ വിധേയനായിട്ടുള്ളയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഇപ്പോഴും ആ ആരോപണം ഉന്നയിച്ചയാൾ എന്റെ സുഹൃത്താണ്, എനിക്ക് യാതൊരു പരാതിയും ഈ ആരോപണം ഉന്നയിച്ചയാളിനെ സംബന്ധിച്ചില്ല. വളരെ കൃത്യമാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഇന്ന ആളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറയുമ്പോ ആ ആരോപണ വിധേയന് ആ പെൺകുട്ടിക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചാണ് ഈ ആരോപണം ഉന്നയിച്ചത്. MLA എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അത് വളരെ ശരിയായ കാര്യമാണ്.